നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. യുധിഷ്ഠിരൻ്റെ ദൈവീ സമ്പത്താണ് ഇവിടെ നമ്മുടെ മുന്നിൽ പ്രകാശിക്കുന്നത്. ദൈവീ സമ്പത്തിലെ അക്രോധം എന്നുള്ള ആ സവിശേഷത എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്ന് മാത്രമല്ല, അത് എത്ര ക്രൂരമായിരിക്കുന്ന വൈപരീത്യത്തിൻ്റെ നടുവിലും അചഞ്ചലമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നും നമുക്കിതിൽ നിന്നിട്ട് അറിയാനായി സാധിക്കും. വ്യാസഭഗവാൻ ആ സംഭവത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഭീഷ്മശാന്തനവോ വിദ്വാൻ ദ്രോണശ്ച ഭഗവാൻ ഋഷി ഹിതം ച പരമം വാക്യം ത്വം ച സത്യം ബ്രവീഷി മാം. ധൃതരാഷ്ട്രൻ ഏറെ നേരത്തെ ചിന്തയ്ക്ക് ശേഷം അവസാനം മനസ്സിന് അല്പമൊരു നന്മ പ്രകാശിച്ച് കിട്ടിയപ്പോൾ വിതുരനോട് പറയാണ്, ഭീഷ്മദ്രോണാദികളുടെ മുന്നിൽ വെച്ചിട്ട്, ശന്തനുവിൻ്റെ പുത്രനായിരിക്കുന്ന വിദ്വാനായിരിക്കുന്ന മഹാജ്ഞാനിയായിരിക്കുന്ന ഭീഷ്മനും ഭഗവാനും ഋഷിയുമായിരിക്കുന്ന ദ്രോണനും, അദ്ദേഹം ഭഗവാനാണ്, ഐശ്വര്യമായിരിക്കുന്നതായ ഗുണവിശേഷങ്ങൾ തികഞ്ഞയാളാണ് എന്ന് മാത്രമല്ല ഋഷിയാണ്, ഉള്ളിലേക്ക് കടന്ന് കാണുന്ന മഹാതപസ്വിയാണ്. അങ്ങനെയുള്ള ദ്രോണനും എന്നോട്, അയ്യോ വിതുര, അങ്ങയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതായ വാക്യങ്ങൾ ഏറ്റവും ഹിതകരമാണ് എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായും തോന്നുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അനിഷ്ടമെന്ന് തോന്നിയാലും ഭാവിയിൽ അത് ശ്രേയസ്സിനെ ഉണ്ടാക്കും. അങ്ങനെയുള്ള വാക്യങ്ങളാണ്, ഉപദേശങ്ങളാണ് അവർ നൽകിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ വിതുര, അങ്ങ് പറഞ്ഞതും അത് തന്നെയാണല്ലോ. അങ്ങ് പറഞ്ഞതും ശ്രേയസ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ഒരു നിർണയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യഥൈവ പാണ്ഡോസ്തേ വീര കുന്തിപുത്ര മഹാരഥാഹ. പാണ്ഡുവിൻ്റെ വീരന്മാരായിരിക്കുന്ന ആ സന്താനങ്ങൾ, ആ പാണ്ഡവന്മാർ, അവർ 5 പേര്, അവർ കുന്തിയുടെ മക്കളാണ്. ആ 5 പേരും അവർ മഹാരഥന്മാരുമാണ്. അങ്ങനെയുള്ളവരായ ആ പാണ്ഡവന്മാർ യഥാർത്ഥത്തിൽ എനിക്ക് ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ, ധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ചിന്തിക്കുമ്പോഴേക്കും എനിക്കും മക്കളാണ് എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തഥൈവ ധർമ്മത സർവേ മമ പുത്ര ന സംശയ. അവരെല്ലാവരും ധർമ്മത്തെ ആസ്പദമാക്കി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ പുത്രന്മാരാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. എനിക്കത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ പുത്രന്മാർ തന്നെയാണ് എന്നുള്ളതായ തോന്നൽ മനസ്സിൽ വരുമ്പോൾ അവരെ യഥായോഗ്യം ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ ഇവിടെ സംരക്ഷിച്ച് പാർപ്പിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. യഥൈവ പുത്രാണാം ഇതം രാജ്യം വിധീയതേ. ഈ രാജ്യമുണ്ടല്ലോ, ചന്ദ്രവംശ രാജാക്കന്മാർ തലമുറകളായിട്ട് സംരക്ഷിച്ചു പോരുന്നതായ ഈ കൗരവരാജ്യം, അതിൻ്റെ അധികാരികളാണ് എൻ്റെ മക്കൾ. അവിടെ ആ കൗരവ രാജ്യത്തിൻ്റെ അധികാരികളുടെ പേര് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് സ്വന്തം മക്കളുടെ കാര്യമാണ്. എൻ്റെ മക്കൾക്ക് ഈ കൗരവരാജ്യത്തിൽ ഏത് പ്രകാരത്തിലുള്ള അധികാരമാണോ ഉള്ളത്, അതേ പ്രകാരത്തിൽ തഥൈവ പാണ്ഡുപുത്രാണാം ഇതം രാജ്യം ന സംശയ. അതേ പ്രകാരത്തിൽ
പാണ്ഡുവിൻ്റെ മക്കൾക്കും ഈ രാജ്യത്തിൽ അധികാരമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, എനിക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും കിടക്കുന്നത് ധൃതരാഷ്ട്രൻ്റെ ഉള്ളിലുള്ള തൻ്റെ മക്കളോടുള്ള ആ പ്രതിപത്തിയാണ്. ആ രാജ്യത്തിൽ അടുത്ത് കിരീടം വയ്ക്കേണ്ടത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരനെ യുവരാജാവായിട്ട് നേരത്തെ അഭിഷേകം ചെയ്തതാണ്. അതിനുശേഷമാണ് ദുര്യോധനാദികളുടെ ആ ആഗ്രഹം പ്രമാണിച്ചിട്ട്, അവരുടെ നിർബന്ധം പ്രമാണിച്ചിട്ട് അവരെ കൊല്ലാൻ വേണ്ടി അരക്കില്ലത്തിലേക്ക് വിട്ടത്. യുധിഷ്ഠിരനാണ് യുവരാജാവാകേണ്ടത്. രാജകുമാരന്മാർ ഇപ്പോൾ 105 പേരുണ്ട്. പാരമ്പര്യക്രമം അനുസരിച്ചിട്ട്, നാട്ടുനടപ്പനുസരിച്ചിട്ട്, ധർമ്മശാസ്ത്രവിധി അനുസരിച്ചിട്ട് ഏറ്റവും മൂത്തയാളാണ് കിരീടം വയ്ക്കേണ്ടത്. അതിപ്പോൾ ഏറ്റവും മൂത്തയാളെന്ന് വ്യക്തമാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനേക്കാളും വളരെ ഇളയതാണ് ദുര്യോധനൻ. അപ്പോൾ അതിന് സംശയം വേണ്ട, ഈ രാജ്യത്തിൻ്റെ അവകാശം യുധിഷ്ഠിരനുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ മഹാരാജാവ് ഈ പറയുന്ന വാക്യങ്ങൾ പോലും ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത്. ഈ വാക്കുകളെല്ലാം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് മക്കളോടുള്ള പ്രതിപത്തി ചാടി വന്നത്. ഈ രാജ്യത്തിൽ എൻ്റെ മക്കൾക്ക് യാതൊരു അവകാശമാണോ ഉള്ളത്, അതേ അവകാശം പാണ്ഡുവിൻ്റെ മക്കൾക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല എന്ന്. ആ മനസ്സ് അപ്പോഴും പുത്രൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു നയിക്കുന്ന ഏത് പ്രകാരത്തിലും പുത്രനെ കിരീടം ധരിപ്പിക്കുക എന്നുള്ള സങ്കുചിത ലക്ഷ്യത്തിൽ നിൽക്കുന്ന ധൃതരാഷ്ട്രൻ്റെ മനസ്സ് അവിടെ വ്യക്തമായി നമുക്ക് കാണാനായി കഴിയും. എന്നിട്ട് വീണ്ടും അദ്ദേഹം അവരെ എല്ലാവരെയും, ആ കാരണവന്മാരെ എല്ലാവരെയും, അതേപോലെ തൻ്റെ അനുജനായിരിക്കുന്ന വിതുരനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി, നല്ല വിള ചമയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ദിഷ്ട്യ ജീവന്തി തേ പാർത്ഥ ദിഷ്ട്യ ജീവതി സാ പ്രഥ. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം, ആ പാർത്ഥന്മാർ ഇതാ ഈശ്വരാനുഗ്രഹത്താൽ ജീവിക്കുന്നു. അതേപോലെ തന്നെ ആ പ്രഥ, എൻ്റെ അനുജനായിരിക്കുന്ന പാണ്ഡുവിൻ്റെ പത്നിയായിരിക്കുന്ന പ്രഥ കുന്തി ഈശ്വരാനുഗ്രഹത്താൽ, നമ്മുടെ ഭാഗ്യത്താൽ മരണപ്പെടാതെ സുഖമായി ജീവിച്ചിരിക്കുന്നു. ആരാണ് അവരെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ഭീഷ്മൻ വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ. ദ്രോണനും പറഞ്ഞതാണല്ലോ, വിതുരനും പറഞ്ഞതാണല്ലോ. എന്നിട്ടും ഇദ്ദേഹം ഇപ്പോൾ തനിക്കും തൻ്റെ മക്കൾക്കും അതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് നടിച്ചുകൊണ്ട് പറയാണ്, ഭാഗ്യം കൊണ്ട് അവർ ഇപ്പോഴും ജീവിക്കുന്നു. ദിഷ്ട്യാ ദ്രുപദകന്യാം ച ലബ്ധവന്തോ മഹാരഥാ എന്ന് മാത്രമല്ല, വേറൊരു മഹാഭാഗ്യവും അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ അതിശക്തമായ രാജ്യങ്ങളിലൊന്നായ പാഞ്ചാലം, അവരത്രയും കാലം കൗരവന്മാരുടെ, കുരു രാജാക്കന്മാരുടെ ഉത്തമ മിത്രങ്ങളൊന്നും ആയിരുന്നില്ല. കൗരവ രാജാക്കന്മാർ വളരെ പ്രഗത്ഭന്മാരാണ്, ബലവാന്മാരാണ്. അതേപോലെ ബലവാന്മാരാണ് പാഞ്ചാലന്മാർ. അങ്ങനെ പ്രബലമായിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ മിത്രതയാണല്ലോ യഥാർത്ഥത്തിൽ ശാന്തി ആഗ്രഹിക്കുന്ന ഏതൊരു രാജാവും കൊതിക്കേണ്ടത്. ഭാഗ്യം, ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കളായിരിക്കുന്ന ഈ പാണ്ഡവന്മാർ, അവർ മഹാരഥന്മാരാണ്, നിസ്സാരന്മാരല്ല. അങ്ങനെയുള്ളവരായി ഈ പാണ്ഡവന്മാർ ഈശ്വരാനുഗ്രഹത്താൽ ദ്രുപദകന്യകയെ, ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന ദ്രൗപദിയെ, പാഞ്ചാലിയെ പത്നിയായിട്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം വീര്യം പ്രദർശിപ്പിച്ചിട്ട് ആ യന്ത്രക്കിളിയെ ഭേദിച്ച് ഏതൊരു വില്ലെടുത്ത് ഉയർത്താനാണോ സാധിക്കാതെ മറ്റേ രാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ട് നാണം കെട്ട് പിന്നോട്ട് മാറിയത്, ആ വില്ല് നിസ്സാരമായിട്ട് എടുത്തു കുലച്ച് ദ്രുപദകന്യകയെ നേടിയിരിക്കുന്നു. അത് നമ്മുടെ ഭാഗ്യമാണ്. അതിലൂടെ പാഞ്ചാലനെ, കരുത്തനായ ദ്രുപദനെ സഹായിയായിട്ട് നമ്മുടെ പക്ഷത്തേക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ദിഷ്ട്യാ വർദ്ധാമഹേ സർവേ ദിഷ്ട്യാ ശാന്ത പുരോചനഃ. നമ്മൾ എല്ലാവരും ഈശ്വരാനുഗ്രഹത്താൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് നാം വളരുന്നു, നാം ബലം നേടുന്നു.
നാം ഐശ്വര്യം നേടുന്നു, പേരും പ്രശസ്തിയും നേടുന്നു. വർദ്ധാമഹേ എന്ന് മാത്രമല്ല, ദൃഷ്ടിയാ ശാന്തപുരോചന. ഇവിടെ ഇതാ കുറ്റം പുരോചനൻ്റെ തലയിൽ തന്ത്രപരമായി കൊണ്ടെത്തിക്കുകയാണ്. പാണ്ഡവന്മാരെ കൊല്ലണമെന്ന് പുരോചനൻ എന്താഗ്രഹം? പുരോചനന് പാണ്ഡവന്മാരെ കൊന്നിട്ട് എന്ത് നേടാൻ? യാതൊന്നുമില്ല. പുരോചനെ അങ്ങോട്ട് ആരാണ് അയച്ചതെന്നും പുരോചനന് ഈ ചുമതലയെല്ലാം, ഈ പദ്ധതിയെല്ലാം ഏൽപ്പിച്ചു വിട്ടത് ആരാണ് എന്നും വളരെ സ്പഷ്ടമായി ഭീഷ്മൻ തൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ദ്രോണനും വിതുരനും അതെല്ലാം സ്പഷ്ടമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ധൃതരാഷ്ട്രൻ്റെ കുറ്റബോധം നിറഞ്ഞതായ മനസ്സിൻ്റെ ഒരു കാപട്യം നിറഞ്ഞ തന്ത്രമാണിത്. ഭാഗ്യം ആ പുരോചനൻ അവൻ്റെ ആ ഏറ്റവും ക്രൂരമായിരിക്കുന്ന ആ പദ്ധതിയോടുകൂടിയിട്ട് അവൻ കൊല്ലപ്പെട്ടുവല്ലോ. അവന് ഉചിതമായ ശിക്ഷ കിട്ടി. അത് നമ്മുടെ ഭാഗ്യം തന്നെ. ദൃഷ്ട്യാ മമ പരം ദുഃഖം അപനീതം മഹാദ്യുതേ. വളരെയേറെ പ്രകാശത്തോടുകൂടിയവനായ ജ്ഞാനസമ്പന്നനായിരിക്കുന്ന അല്ലയോ വിതുര, നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മെ ബാധിച്ചിരിക്കുന്നതായ ആ വലിയ ദുഃഖമുണ്ടല്ലോ, പാണ്ഡുവിൻ്റെ മക്കളും അതേപോലെ കുന്തിയും മരിച്ചുപോയി എന്നുള്ളതായ ആ ഒരു ദുഃഖം, അത് ഇതാ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനാൽ വേണ്ടത് അവരെ യഥായോഗ്യം ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതിനപ്പുറം ധൃതരാഷ്ട്രൻ പലതും അതിൽ കണ്ടിട്ടുണ്ടാകണം. ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഭീഷ്മനും ദ്രോണനും വിതുരനും പറഞ്ഞതിനെ അംഗീകരിക്കുന്നതായി ധൃതരാഷ്ട്രൻ വാക്കുകളിലൂടെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ വേറൊന്നാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മോട് വിളിച്ചു പറയുന്നു. അതാണല്ലോ നാം നേരിട്ട് ഇപ്പോൾ വിശകലനം ചെയ്തറിഞ്ഞത്. കള്ളത്തരം മുഴുവൻ ഉള്ളിൽ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ്റെ ഈ ഭാഷിതം. അപ്പോൾ ധൃതരാഷ്ട്രൻ വേറൊരു കാര്യം കണ്ടു. അത് കണ്ടിട്ടാണ് അവരെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. പാണ്ഡവന്മാർ ഇപ്പോൾ ശത്രുപക്ഷത്താണ്, നമ്മുടെ ശത്രുക്കളാണ്. ധൃതരാഷ്ട്രൻ അറിയാം, എൻ്റെ മക്കളുടെ ശത്രുക്കളാണ് പാണ്ഡവന്മാർ. എന്തുകൊണ്ട്? പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിരന്തരം ദുര്യോധനാദികൾ പരിശ്രമിച്ചു, പരാജയപ്പെട്ടുവെങ്കിലും പരിശ്രമിച്ചു. അവർ ശത്രുക്കളാണ്. അവരെ ഇങ്ങോട്ട് വരുത്തി മിത്രഭാവേന ഇവിടെ തൽക്കാലം പാർപ്പിച്ച് എന്നിട്ട് അവരെ ഏതെങ്കിലും പ്രകാരത്തിൽ ഇവിടെ വന്നിട്ട് ഒതുക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അപകടമായി മാറുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. എന്താ, പ്രബലനായിരിക്കുന്ന ദ്രുപദനെയാണ് ബന്ധുവായി ലഭിച്ചിരിക്കുന്നത്. ദ്രുപദൻ്റെ പുത്രിയെയാണ് പാണ്ഡവന്മാർ വിവാഹം കഴിച്ചിരിക്കുന്നത്. പാണ്ഡവന്മാർ കുരുരാജ്യത്തിൽ നിന്നിട്ട് ഓടിക്കപ്പെട്ട് അതും ഇത്ര ഹീനമായ രീതിയിൽ ലോകം മുഴുവൻ പിച്ചയെടുത്ത് നടന്ന് ഇപ്പോഴിതാ അവരുടെ ഐശ്വര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടതായ കുരുരാജ്യം അവർക്ക് നേടിക്കൊടുക്കണം എന്ന വിചാരം ദ്രുപദനുണ്ടാകും. അതിന് കുറ്റം പറയാൻ പറ്റൂല. ആ വിചാരം ദ്രുപദനുണ്ടായാൽ ദ്രുപദൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും. അതിനുള്ളതായ ശേഷി ദ്രുപദനുണ്ട്. യുദ്ധ നൈപുണ്യവും അതേപോലെ തന്നെ സൈനിക ബലവും ഒക്കെ ദ്രുപദനുണ്ട്. ഞങ്ങൾക്ക് കുരുരാജ്യം വേണ്ട എന്ന് പാണ്ഡവർ പറയുമോ, അവരും മുന്നിട്ട് ഇറങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതായ നാട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വരും. ദ്രുപദൻ്റെ മകനായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ അത് തൻ്റെ ചുമതലയായിട്ട് കാണും. തൻ്റെ സഹോദരിയുടെ ഭർത്താക്കന്മാർ ഈ പ്രകാരത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതരായി നടക്കുന്ന അഭയാർത്ഥികളാണ് എന്ന ഒരു വിചാരം ആരുടെ ഹൃദയത്തിലും ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അവരെ അവരുടെ ആ അവകാശത്തിൽ പുനഃപ്രതിഷ്ഠിക്കണം എന്ന് ധീരനായ ദൃഷ്ടദ്യുമ്നനും വിചാരമുണ്ടാകും. അതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കും. പാണ്ഡവന്മാരും ദ്രുപദ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും ഒരുമിച്ച് ചേർന്ന് കുരുക്കളോട് യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ
പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല. തൻ്റെ മക്കളുടെ അവസ്ഥ അപകടകരമായി പോകും. പാണ്ഡവന്മാർ നിസ്സാരന്മാരല്ല. അതിനാൽ അവരെ അങ്ങനെ ശത്രുഭാവേന ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അവസരം കൊടുക്കാതെ സ്വപക്ഷത്തേക്ക് ബന്ധുഭാവേന വരുത്തുന്നതാണ് ബുദ്ധി എന്ന് ധൃതരാഷ്ട്രൻ ആലോചിച്ചു. മഹാബുദ്ധിമാനാണ് ധൃതരാഷ്ട്രൻ. അപ്പോൾ അതിന് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ ഇതാ തൻ്റെ പിതാവായിരിക്കുന്ന ഭീഷ്മന് പിതാവിൻ്റെ സ്ഥാനമാണല്ലോ ധൃതരാഷ്ട്രരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ തൻ്റെ മക്കളുടെ ആചാര്യനായിരിക്കുന്ന ദ്രോണനും തൻ്റെ അനുജനായിരിക്കുന്ന മഹാബുദ്ധിമാനായിരിക്കുന്ന വിതുരനും പറഞ്ഞതിനെ താൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ വാക്കുകളെല്ലാം ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവർ എൻ്റെ മക്കൾ തന്നെയാണ്, അവർ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഭാഗ്യം തന്നെയാണ്, അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന നാട്യം.